ഇന്നത്തെ ആളുകളിൽ ഈ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള പ്രധാന കാരണം അവിടെ മൊബൈൽ ഫോണുകളുടെ ഓവർ യൂസ് ആണ്. ഏനൽ റീജിയനിൽ രണ്ട് സ്വിഞ്ചർ അഥവാ വാൾവുകളാണ് കാണപ്പെടുന്നത്. ഇന്റേണൽ സ്വിഞ്ചറും എക്സ്റ്റേണൽ സ്വിഞ്ചറും ആണ് കാണപ്പെടുന്നത്. ഇതിൽ ഈ ഉള്ളിലെ വാൾവ് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള മസിൽ ഇൻവോളണ്ടറി മസിൽസ് ആണ്. സോ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എക്സ്റ്റേണൽ സ്വിഞ്ചർ അഥവാ വാൾവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലെ ഇന്റേണൽ സ്വിഞ്ചർ റിലാക്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ മലാശയത്തിലുള്ള മോഷൻ പുറത്തേക്ക് വരുള്ളൂ. നമുക്ക് ഈ ഒരു സെൻസേഷൻ ഉണ്ടാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, മലാശയത്തിൽ സ്റ്റൂള് അല്ലെങ്കിൽ മോഷൻ നിറയുന്ന സമയത്ത് അവിടുന്ന് സിഗ്നൽ നെർവ് വഴി ബ്രെയിനിലോട്ട് സിഗ്നലുകൾ പോകും. അവിടുന്ന് നേരെ ആ സെൻസേഷൻ മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെറുകുടലിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബവൽ മൂവ്മെന്റ്സ് എന്ന് പറയും. ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള വാൾവ് അതായത് ഇന്റേണൽ സ്വിഞ്ചർ റിലാക്സ് ആവും. ഇങ്ങനെ ആയാൽ മാത്രമേ മോഷൻ നോർമലി നമുക്ക് പുറത്തേക്ക് പോകത്തുള്ളൂ. ഇപ്പം എല്ലാവരും ടോയ്ലറ്റിലോട്ട് പോകുമ്പോൾ അവരുടെ മൊബൈലും കൊണ്ടാ പോകുന്നത്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് അവർ റീൽസും ഷോർട്സും കാര്യങ്ങളൊക്കെ അവർ നോക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ മുഴുവനും ഫോണിലോട്ടായിരിക്കും. നമുക്ക് ആ ഒരു സെൻസേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ബ്രെയിനിലോട്ട് ആ സിഗ്നൽ പോയി നമ്മുടെ ആ മസിലിന് റിലാക്സേഷൻ വന്നാൽ മാത്രമേ നമുക്ക് മോഷൻ പോകത്തുള്ളൂ. നമ്മുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷനും നമ്മൾ മൊബൈലിലായതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് സിഗ്നൽ ബ്രെയിനിലോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള നമ്മുടെ ഇന്റേണൽ സ്വിഞ്ചറിന് റിലാക്സേഷൻ സംഭവിക്കില്ല. ഇതാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാന കാരണം.